ഇന്നിപ്പോ ചില ഭാര്യമാരൊക്കെ അടുത്തേക്ക് വരുമ്പോ ഭർത്താവിന് കൗതുകമല്ല ഉണ്ടാവുക, പേടിയാ ഉണ്ടാവുക. എന്താ കാരണം? ഒരു കാലം ഇവിടെ വെച്ചാൽ ചിലപ്പോ ആ ഭർത്താവിന്റെ ഹൃദയത്തിലായിരിക്കും അടുത്ത കാലം. അങ്ങനെ ഇതുപോലെയൊന്നല്ല, വായ കുറച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റും. ഇവിടെ നോക്കി മുഴുവനും കാണാം. ഭഗവാന്റെ സന്നിധിയിൽ വന്ന ഒരു സമ്പ്രദായമൊക്കെ ഇല്ലേ, ആ കാലുകളൊക്കെ ചമ്മലം പടിഞ്ഞ് അഞ്ജലി ദർശനാക്കി തുറന്നുകൊണ്ട് അർജുനൻ തപസ് തുടങ്ങി. കാട്ടിലുള്ളതല്ല കേട്ടോ, കാട്ടിലുള്ള ഇഴജന്തുക്കളാ, പാമ്പ് എന്നൊക്കെ പറയും. നാട്ടിൽ ചില പാമ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചും കൂടെ അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്നൊക്കെ സന്ധ്യാസമയൊക്കെ ഞാൻ നടന്ന് നിലത്ത് വീട് എഴയാനങ്ങോട്ട് തുടങ്ങും. അതിനെയോ പാമ്പ് എന്നാ വിശേഷിപ്പിക്കുക. പക്ഷെ അതിന് വിഷമൊന്നും ഇല്ലാട്ടോ. അതിന്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ അതിന്റെ വിഷമൊക്കെ പോകും. പക്ഷേ വൃക്ഷരാജാവ് കണ്ടിട്ടുണ്ടോ? ദാ പോണു ഒരൊന്നാന്തര ആൽവൃക്ഷം. അർജുനൻ ഒന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോ രണ്ട് കുരങ്ങന്മാർ അവിടെ നിൽക്കണ്ടല്ലോ. ഓ, ഇപ്പൊ വന്ന കുരങ്ങന് കുരങ്ങശിയാണെന്നാ തോന്നണത്. ഇത് ഏതാ രണ്ടെണ്ണം വവ്വാലുകൾ പോണത്? ഏതാ ഈ രണ്ട് കുട്ടിക്കൊമ്പന്മാര്? ഇതൊക്കെയുള്ളൂ. ഭഗവാനെ കണ്ടി കുറെ കുരങ്ങന്മാര് പേടിച്ചിട്ടുള്ള വരവാണ്. തീ കണ്ടിട്ടാണ് ഈ കുരങ്ങന്മാര്, ചെറിയ കുരങ്ങൻ, വലിയ കുരങ്ങൻ, രണ്ട് പന്നികളൊക്കെ പേടിച്ച് പരിഭ്രമിച്ച് വരാൻ അങ്ങോട്ട് തുടങ്ങി. ആനകള് വിരണ്ട് ഓടാനായിട്ട് അങ്ങോട്ട് തുടങ്ങി.